നിൽക്കുന്നത്. അവർക്ക് എന്നെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഉദ്ദേശിച്ചല്ല അവർ വോട്ട് ചെയ്യുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നാളെ ലൈൻ മാറ്റിക്കൂടെ? ലൈൻ മാറ്റാമല്ലോ. അദ്ദേഹം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തല്ലേ ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നു. നാളെ ഇനി എങ്ങനെ ആർക്കറിയാം. അപ്പം ഇതൊന്നുമല്ല. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയൊന്നും നമ്മൾ കൂടി ചർച്ചയ്ക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞുകൊണ്ട്, പക്ഷെ നമുക്ക് സ്വീകാര്യമായത് മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അങ്ങനല്ലേ? അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അല്ലേ ഞാൻ ജയിച്ചത്. അവിടെ 19,000 വോട്ട് എനിക്ക് കിട്ടിയല്ലോ. CPM നേതാവായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് വിമർശിക്കുമായിരുന്നല്ലോ. പക്ഷെ ഒരു കോൺഗ്രസ്സുകാരനും എന്നോട് ചോദിച്ചില്ല. ഒരാത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒരു ചായ പോലും എന്നോട് വാങ്ങിച്ചു കുടിച്ചല്ലോ. അറിയോ? അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ പണ്ട് വിമർശിച്ചു. അതങ്ങനെയാണ്. ഇപ്പം ഇന്ത്യ മുന്നണിയിലല്ലേ CPI അല്ലേ? കേരളത്തിൽ ഇന്ത്യ മുന്നണി വരും 15-10 വർഷം കഴിഞ്ഞ്. നമ്മൾ കണ്ടുമല്ലേ? എഴുതി വെച്ചോ. BJP വരും മേളോട്ട്. അപ്പോൾ ഇന്ത്യ മുന്നണിയോടെ വരും. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്നവർ അന്ന് എന്ത് പറയുമെന്ന്. മൂക്കിനപ്പുറം രാഷ്ട്രീയം കാണാൻ കഴിയാത്തവർക്ക് രാഷ്ട്രീയ ഭാവി ഇല്ല. പഴയ കാലഘട്ടമൊന്നും അല്ല. ഞാൻ സമയം കളയുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ നിലപാട് ഞാൻ സ്വീകരിച്ചുകൊണ്ടാണ് 21,000 പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. എനിക്കറിയാൻ നിൽക്കും എന്നല്ല, വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല അവർ വരുന്നത്. അവർ കണ്ടില്ലേ വോട്ട് പിടിക്കുന്നത്. 3 MLA-മാരെ വിജയിപ്പിച്ചില്ല. പണ്ടൊരാൾ വിജയിക്കുമായിരുന്നു. ഇവിടെ പണ്ട് ജയചന്ദ്രൻ മത്സരിച്ച് 5,000 വോട്ട് അമ്പലപ്പുഴ പണ്ടത്. കഴിഞ്ഞ ഇലക്ഷനിൽ 22,000 ചിഹ്നം കിട്ടി. ഇത്തവണ 16,000 ചുരുങ്ങി. BJP വോട്ടർമാരെല്ലാം വർഗീയവാദികളല്ല. വോട്ടർമാർ സാധാരണക്കാരാണ്. അവരൊന്നും RSS പ്രവർത്തകരുമല്ല. ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ ഇത് വിശകലനം ചെയ്ത് ജനങ്ങളോട് പറയാം. BJP വോട്ട് ചെയ്തതുകൊണ്ട് അവർ വർഗീയവാദികളാവുന്നില്ല. ചിലപ്പം ഹിന്ദു മതത്തെ പറ്റിയുള്ള ഒരു അതീവ സങ്കല്പമൊക്കെ ഓർക്കണം. അതിനപ്പുറം ഇല്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വർഗീയ കക്ഷിയാണോ? അല്ലല്ലോ. ഒട്ടും വർഗീയ കക്ഷിയല്ല അവർ. വർഗീയ കക്ഷിയാണെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാൾ അപ്പുറത്ത് മനസ്സിലായി എനിക്ക് വോട്ട് ചെയ്യും. എനിക്കല്ലേ വോട്ട് ചെയ്തേക്കുന്നവർ. 2012 ചെയ്തു, 2011 ചെയ്തു. അപ്പോൾ തെറ്റായ സങ്കല്പങ്ങൾ മാധ്യമങ്ങൾ ആയാലും അടിച്ചേൽപ്പിക്കുന്നു. മുസ്ലിം സമുദായം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മതനിരപേക്ഷതയുള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പാർട്ടി അതാണ്. കോൺഗ്രസ് ഏറ്റവും കൂടുതൽ മതനിരപേക്ഷ പാർട്ടിയാണ്. ഇവിടെ എല്ലാം വോട്ട് എനിക്ക് കിട്ടി. കത്തോലിക്കൽ വോട്ട് മൊത്തം എനിക്കല്ലേ കിട്ടി. ഒരു BJP വോട്ട് ചെയ്തില്ല. ഒരു LDF വോട്ട് ചെയ്ത് എനിക്ക് കിട്ടിയത് വോട്ട്. ആരാ തരാത്ത? NSS വോട്ട് ചെയ്തില്ലേ? SND ആരാ ചെയ്തത്? ഒരു രാഷ്ട്രീയം ഇല്ലാത്ത വോട്ട് ചെയ്തില്ലേ? 10,000 CPI പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്തില്ലേ? അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതൊക്കെയാണ് നമ്മളെടുക്കുന്ന നിലപാട് പോലെ ഇരിക്കും. ഇന്ത്യ ഭാവിയിൽ അങ്ങനെ